കൊല്ലം താന്നിയിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ജീവനൊടുക്കി. അജീഷ്, ഭാര്യ സുലു, മകൻ ആദി എന്നിവരാണ് മരിച്ചത്. ഇരുപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സാമ്പത്തിക ബാധ്യതയും ഈ യുവാവിന്റെ അച്ഛന്റെ രോഗവും ക്രൂരകൃത്യത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്നും വിവരങ്ങളുമായി. വിനീഷ്, ഏറെ സങ്കടകരമായൊരു വാർത്തയാണ് രാവിലെ കൊല്ലം താന്നിയിൽ നിന്നും വന്നത്. 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം. ഇതിന്റെ കാരണം ഈ സാമ്പത്തിക ബാധ്യത, ഈ അച്ഛന്റെ രോഗമെന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണോ പോലീസ് വ്യക്തമാക്കുന്നത്? തീർച്ചയായും ടോം, ഇന്നും നടുക്കുന്ന കൊലപാതകത്തിന്റെയും ആത്മഹത്യയുടെയും ഞെട്ടലിലാണ് നാട്ടുകാർ. കൊല്ലം മയനാട് താന്നിയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. 38 വയസ്സുള്ള അജീഷ്, 36-കാരി സുലു, ഇവരുടെ 2.5 വയസ്സുള്ള ആൺകുട്ടി ആദി എന്നിവരാണ് മരിച്ചത്. ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ദമ്പതികൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇവർ താമസിക്കുന്ന ഇവരുടെ വീട്ടിനുള്ളിലാണ് മൂവരുടെയും മൃതശരീരം കണ്ടെത്തിയത്. ദമ്പതികൾ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലും കുട്ടി സമീപത്തുള്ള ഒരു ബെഡിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇരുപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ടോം, എന്തായാലും വളരെ ഞെട്ടലോടെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. നാട്ടുകാർക്കൊന്നും ഇത് വിശ്വസിക്കാനാകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മൃതശരീരം കാണേണ്ട അവസ്ഥ. അതുപോലെ തന്നെ അവരുടെ ഈ നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനാണ് ഈ അജീഷ്. ഈ സുലു എന്ന് പറയുന്ന യുവതി നാട്ടുകാരി തന്നെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ ഒരു വേർപാട് ഇവർക്ക് ഒന്നും താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിട്ട് തന്നെ മാറുന്നു. ഇത് സംഭവം രാവിലെ ഇവരുടെ വീട്ടിൽ ഇവർക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അമ്മയും അച്ഛന് കതക് തട്ടി വിളിച്ചിട്ട് ഇവർ കതക് തുറക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാരെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ നാട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കാണാനിടയായത്. പക്ഷേ ഇതിന്റെ ഒരു ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഉടനെ വിവരം പോലീസിൽ വിവരം അറിയിക്കുകയാണ്. പോലീസ് എത്തി അതിന്റെ നടപടിക്രമങ്ങളാണ് ഏറ്റവും ഇപ്പോൾ നടന്നു വരുന്നത്. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്തുനിന്നും വിവരങ്ങൾ നൽകിയത്.